അയോധ്യയിൽ രാമക്ഷേത്രം പൂർത്തിയായി രാമന്റെ വിഗ്രഹം സ്ഥാപിച്ചതോടെയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് പറയുന്നത്. പരാമർശം വിവാദമായതോടെ തലയൂരി മാപ്പു പറയുന്നതിന് പകരം വീണ്ടും അതേ പ്രസ്താവന ആവർത്തിക്കുന്നതിലൂടെ ഭാഗവത് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വ്യക്തമേ അല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ 1857 ആരംഭിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 100 വർഷത്തെ പോരാട്ടത്തിനു ശേഷം 1947 ഓഗസ്റ്റ് 15-ന് രാഷ്ട്രം സ്വതന്ത്രമായി. നിരവധി ധീരദേശാഭിമാനികളുടെ ജീവനുകൾ ബലിയർപ്പിക്കപ്പെട്ട നാട്ടിലിരുന്നു കൊണ്ടാണ് RSS മേധാവി വിവാദ പരാമർശങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 യഥാർത്ഥ സ്വാതന്ത്ര്യ ദിനമല്ല, അത് 2024 ജനുവരി 22-ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസമാണ് എന്ന് പറയുന്ന മോഹൻ ഭാഗവത് രാജ്യത്തെ ഹൈന്ദവ രാഷ്ട്രം എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം RSS രചനകൾ സംഘടനയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് എന്തു തന്നെ അവകാശപ്പെട്ടാലും പഴയകാല രേഖകൾ വ്യക്തമാക്കുന്നത് ആ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം ഹിന്ദുക്കളുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമീപനങ്ങളെ മുസ്ലിം ജനതയോടുള്ള എതിർപ്പായി മാറ്റുക എന്നതായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങളാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പൊരുത്തപ്പെടുന്നതെന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്താനും RSS ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയില്ലാതെ രൂപപ്പെട്ട RSS അതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പരസ്യമായി ഇതുവരെ നിർവചിച്ചിട്ടില്ല. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർ പിൻവാങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ അവരുടെ ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രമാണ്. അതിലേക്കുള്ള പല ചവിട്ടുപടികൾ ഏറെ നടന്നു കയറി കഴിഞ്ഞിരിക്കുകയാണ് RSS. അതിന്റെ ബാക്കി പത്രമാണ് RSS നേതാവിന്റെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നേരത്തെ സൂചിപ്പിച്ച പരാമർശം. RSS ആഭിമുഖ്യം സവർണരോടുള്ള താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർന്നിട്ടേയില്ല. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതോടെ രാജ്യം സ്വതന്ത്രമായെന്ന് പലകുറി ആവർത്തിക്കുന്ന മോഹൻ ഭാഗവത് ബാബരി മസ്ജിദ് തകർത്തതിനെ ഇന്നും പരസ്യമായി ന്യായീകരിക്കുന്നുണ്ട്. 1935 ഒക്ടോബറിൽ RSSന്റെ 10ാം വാർഷികത്തിൽ ഹെഡ്ഗേവാർ ബ്രിട്ടീഷ് ഭരണം ഈശ്വര പരിപാലനത്തിന്റെ പ്രവൃത്തിയാണെന്ന് പ്രഖ്യാപിച്ചത് ഇന്നും ചരിത്രത്തിലുണ്ട്. ഇതിലൂടെ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം അന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ പ്രഖ്യാപനത്തിന്റെ മറ്റൊരു പതിപ്പാണ് അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മോഹൻ ഭാഗവത്തിന്റെ പ്രഖ്യാപനമെന്നും കാണാൻ സാധിക്കും.